മലമ്പുഴയിൽ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനവുമായി എ സുരേഷ് മുന്നോട്ട്. വി എസിന്റെ മകൻ വി എ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള CPM നീക്കത്തിന് പിന്നാലെ പുനർവിചിന്തനം നടത്തണമെന്ന് സുരേഷ് പറഞ്ഞിരുന്നു. എന്നാൽ സുരേഷിനെ തന്നെ രംഗത്തിറക്കാനാണ് UDFന്റെ തീരുമാനം. മുതിർന്ന നേതാക്കളും സ്റ്റാർ ക്യാമ്പയിൻമാരും മണ്ഡലത്തിൽ പ്രചാരണത്തിലെത്തുമെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കുന്നു. ഇതിനിടെ മലമ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ വി എ അരുൺകുമാർ രംഗത്തെത്തി. തന്റേത് പാർട്ടി കുടുംബമാണെന്നും പാർട്ടി പറയുന്നതെന്തും ചെയ്യുമെന്നും അരുൺകുമാർ പറഞ്ഞു. നമ്മൾ പാർട്ടി കുടുംബമാണല്ലോ, പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, അറിയില്ല. മലമ്പുഴ അച്ഛൻ്റെ വളരെ വൈകാരികമായി ബന്ധമുള്ളൊരു സ്ഥലമാണ്. സായികുമാർ വിവരങ്ങളുമായി. സായികുമാർ, ഇപ്പോൾ വി എസിന്റെ മണ്ഡലം എന്നുള്ള വൈകാരികതയാണ് ഇപ്പോൾ സുരേഷ് ആയാലും മകൻ വി അരുൺകുമാർ ആയാലും പറയുന്നത്. ഇതിൽ സുരേഷിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പു വരികയാണ്. അരുൺകുമാർ മത്സരിച്ചാലും സുരേഷ് തന്നെയാകും സ്ഥാനാർത്ഥി എന്ന് UDF തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അരുൺകുമാറിന്റെ കാര്യത്തിൽ CPM നിലപാട് എന്താണ്? തീർച്ചയായും സ്മൃതി, എ സുരേഷിന്റെ കാര്യത്തിൽ ഏകദേശ തീരുമാനമായി എന്ന് തന്നെയാണ് പാലക്കാട് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. സുരേഷ് തന്നെയായിരിക്കും, അത് കോൺഗ്രസ് അംഗത്വം എടുത്തുകൊണ്ടായിരിക്കില്ല. UDFന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുരേഷ് മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി. ഇന്നലെ വൈകിട്ട് പാലക്കാട് നടന്ന പുതുയുഗയാത്രയിൽ വലിയ സ്വീകരണമാണ്, മലമ്പുഴ മണ്ഡലത്തിൽ തന്നെ എത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് സുരേഷിന് പാർട്ടി പ്രവർത്തകർ നൽകിയത്. അപ്പോൾ ആ ഒരു സ്വീകാര്യത തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നാണ് ഇപ്പോൾ UD വിലയിരുത്തുന്നത്. അതിനായി ശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെ മണ്ഡലത്തിൽ നടത്തും എന്നാണ് നേതാക്കൾ പറയുന്നത്. സ്റ്റാർ ക്യാമ്പയിനർമാരെയൊക്കെ എത്തിച്ചുകൊണ്ട് VS അച്യുതാനന്ദനും സുരേഷുമായുള്ള ബന്ധം വോട്ടർമാർക്കിടയിൽ പരമാവധി സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്ന് നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അസംതൃപ്തരായ ആളുടെ വോട്ടും സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയും എന്ന് അവിടെ എതിർ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ തനിക്കൊരു വൈകാരിക പ്രശ്നമുണ്ട് എന്ന തരത്തിലുള്ളൊരു പ്രതികരണം ഇന്നലെ സുരേഷ് നടത്തിയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അരുൺകുമാർ വന്നാലും സുരേഷ് മത്സരവുമായി മുന്നോട്ട് പോകും എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നത്. അതേസമയം തന്നെ അരുൺകുമാറും ആ മത്സര സാധ്യത തള്ളുന്നില്ല. അദ്ദേഹം അല്പം മുമ്പ് ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. തൻ്റേത് പാർട്ടി കുടുംബമാണ്, തൻ്റെ പിതാവിന് ഏറെ വൈകാരിക അടുപ്പമുള്ളൊരു മണ്ഡലം കൂടിയാണ് മലമ്പുഴ. പാർട്ടി കുടുംബമായ തന്നോട് പാർട്ടി എന്താവശ്യപ്പെട്ടാലും താനത് ചെയ്യും എന്നാണ് അരുൺകുമാർ അവിടെ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്. അത് കൃത്യമായി അവിടെ സ്ഥാനാർത്ഥിയാകാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും എന്നതിനുള്ളൊരു സമ്മതമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെയാണെങ്കിൽ CPM തീരുമാനമെടുത്താൽ വി അരുൺകുമാർ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ഇടതുമുന്നണിയിൽ അടുത്തത് തന്നെ നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു ആലോചനയാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പാർട്ടി അങ്ങനെ ആവശ്യപ്പെട്ടാൽ അരുൺകുമാർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യും. അപ്പോൾ VSന്റെ മകനും VSന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടത്തിനുള്ള ഒരു വാശിയേറിയ പോരാട്ടം തന്നെ മലമ്പുഴയിൽ നടക്കും എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ശരി, സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്.